വെൽക്കം ടു റെഡ് ഫിലിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്, പെട്ടിയപ്പം. ഇത് നല്ല എരിവുള്ള ഒരു പെട്ടിയപ്പമാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടിയപ്പമാണ്. കുറച്ച് മധുരമുള്ള പെട്ടിയപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പിയിൽ നമ്മളൊരു ടിപ്പും കൂടെ ചെയ്യുന്നുണ്ട്. പെട്ടിയപ്പം ഒട്ടും പൊട്ടിപ്പിടിക്കാത്ത വിധത്തിൽ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെയാണ് കാണിക്കുന്നത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. എരിവുള്ള പെട്ടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 കപ്പ് മൈദയാണ്. ഇനി പെട്ടിയപ്പം നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ, ഈ എണ്ണ ഇനി പൊടിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പൊടിയിലെ എണ്ണ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുട്ടിന് മാവ് ഉതിർത്ത പോലെ പൊടിയിലെ എണ്ണ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്തേക്കാം. പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇനി പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പൂരിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. പൊടിയിൽ എണ്ണ ചേർത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ കുഴഞ്ഞു കിട്ടും. ഇപ്പോൾ മാവ് നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. 1 കപ്പ് വെള്ളം കൊണ്ടാണ് 4 കപ്പ് മൈദ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അന്നേരം പരത്താനെല്ലാം ഒന്നും കൂടെ ഈസി ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പരത്തുകയും ചെയ്യാം. മാവ് കുഴയ്ക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഒന്നും കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്നും കൂടെ കുഴച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഒന്നും കൂടെ കുഴച്ച് നമുക്ക് ഇതിനെ നമുക്ക് പരത്താൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് മൈദ, ഒരുപാട് മൈദ വേണ്ട, കുറച്ച് മൈദ ചേർത്തിട്ട് ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ കനത്തിൽ പരത്തിയെടുക്കണം. മാവ് മുഴുവനായിട്ട് നമ്മൾ പരത്തി കഴിഞ്ഞു. അടുത്തതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഒരേ മെഷർമെൻറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. എൻ്റെ ചട്ടിയിൽ ഇത് ഒരു പകുതി മാത്രമേ കൊള്ളുള്ളൂ. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് പൊരിക്കാൻ. അപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ.
ഇത് ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും ഇത് കോരാനായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മീഡിയം ഫ്ലെയിമിൽ കൂടെ കൂടെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണയുടെ തിള നിന്നിട്ടുണ്ട്, അതായത് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി എണ്ണ വാരാനായിട്ട് വെക്കണം. നമ്മുടെ തണുത്തപ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടാവാതിരിക്കും. ഇതുപോലെ അട്ടി വെച്ചിട്ട് പൊട്ടിപ്പോന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഓരോന്നായിട്ട് എടുത്ത് ചൂടായ കല്ലാണ് ജസ്റ്റ് ഒന്ന് കുറച്ചാകുമ്പം കുഴപ്പമില്ല, കുറച്ചധികമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി. വേവരുത്, ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്ന് മറിച്ചിടുക. ഇത്രയും മതി, ഇത്ര വന്നാൽ മതി. രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടുന്നതൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി അതൊന്ന് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ഹാഫ് കുക്കാണ് ആയിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല സുഖമായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇത് ഉണങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ പൊരിക്കണമെന്നില്ല, നമുക്ക് സൗകര്യം പോലെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊരിച്ചാലും കുഴപ്പമില്ല. ഇതിനി നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. അത് തമ്മിൽ ഒട്ടൊന്നുമില്ല, നല്ല കൂളായിട്ട്. ഫ്രൈസ് എല്ലാം പൊരിക്കുന്ന പോലെ. ഇന്നത്തെ പെട്ടിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പെട്ടിയപ്പം കട്ട് ചെയ്യാനും ഫ്രൈ ചെയ്യാനും കാണിച്ചിട്ടുള്ള പുതിയൊരു മെത്തേഡ്, നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവർക്കും അതും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.